ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ വരുന്ന ആഴ്ച അതായത് 11 ജനുവരി 2021 മുതൽ 15 ജനുവരി 2021 വരെയുള്ള ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റിയുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. പ്രധാനമായും രണ്ട് ഫാക്ടേഴ്സ് ആയിരിക്കും മാർക്കറ്റിനെ ഈ ആഴ്ച അഫക്റ്റ് ചെയ്യുക. ഒന്ന്, കമ്പനികളുടെ Q3 റിസൾട്ടിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ ബഡ്ജറ്റിന് മുന്നോടിയായി ബഡ്ജറ്റിനെ കുറിച്ച് മാർക്കറ്റിൽ വരുന്ന ന്യൂസുകളും. ഇനി കമ്പനികളുടെ Q3 റിസൾട്ട് പെർഫോമൻസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആൾറെഡി TCSൻ്റെയും അതുപോലെ തന്നെ DMARTൻ്റെയും Q3 റിസൾട്ട് വന്നു കഴിഞ്ഞു. ആ രണ്ട് Q3 റിസൾട്ടും നമ്മൾ അനലൈസിസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഇത് ഈ കമ്പനികൾ കൂടാതെ മറ്റ് ചില കമ്പനികളുടെ Q3 റിസൾട്ട് കൂടി ഈ ആഴ്ച വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ ഇൻഫോസിസ്, വിപ്രോ, HCL ടെക്, HDFC ബാങ്ക്, അതുപോലെ തന്നെ PVR സിനിമ തുടങ്ങിയ വളരെ വലിയ പ്രധാനപ്പെട്ട കമ്പനികളാണ്. ഇതിൽ ഡേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇൻഫോസിസിൻ്റെ Q3 റിസൾട്ട് വരുന്നത് 13 ജനുവരി 2021 അതുപോലെ തന്നെ വിപ്രോയുടെയും Q3 റിസൾട്ട് 13 ജനുവരി 2021 തന്നെയാണ് വരുന്നത്. 15-ാം തീയതി HCL ടെക്കിൻ്റെ Q3 റിസൾട്ട് വരുന്നുണ്ട്. 15-ാം തീയതി മറ്റൊരു കമ്പനിയായിട്ടുള്ള PVRൻ്റെയും Q3 റിസൾട്ട് വരുന്നുണ്ട്. 16-ാം തീയതി സാറ്റർഡേ ആണ്. എന്നിരുന്നാലും HDFC ബാങ്കിൻ്റെ Q3 റിസൾട്ട് വരുന്നത് 16-ാം തീയതിയാണ്. അതുപോലെ തന്നെ 12-ാം തീയതി ടാറ്റയുടെ ഒരു കമ്പനിയായിട്ടുള്ള ടാറ്റ എലാക്സി എന്ന് പറയുന്ന കമ്പനിയുടെയും Q3 റിസൾട്ട് വരുന്നുണ്ട്. Q3 റിസൾട്ട് ആൾറെഡി TCSൻ്റെയും അതുപോലെ തന്നെ DMARTൻ്റെയും Q3 റിസൾട്ട് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് കാര്യങ്ങൾ വ്യക്തമായി. അതായത് IT സെക്ടർ ഉറപ്പായിട്ടും നല്ലൊരു ബൂമായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റ് സെക്ടറായിട്ടുള്ള റിറ്റെയിൽ സെക്ടർ ആയാലും അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ ആയാലും അതുകൂടാതെ NBFC സെക്ടർ ആയാലും ഹെൽത്ത് സെക്ടർ ആയാലും ഈ സെക്ടറുകളിലെല്ലാം നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു കാര്യം കമ്പനിയുടെ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ കുറിച്ചാണ്. അതായത് TCSൻ്റെ Q3 റിസൾട്ട് അനാലിസിസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ആൾറെഡി അനലിസ്റ്റുകൾ ഓരോ കമ്പനിയുടെയും Q3 റിസൾട്ടിനെ കുറിച്ചുള്ള ഒരു പ്രീ ഡേറ്റ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പ്രീ ഡേറ്റയിൽ നിന്നും വളരെ നല്ല രീതിയിലാണ് Q3 റിസൾട്ട് കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആവും. അതിലും അത്ര നല്ലൊരു അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് പെർഫോമൻസിന് താഴെയാണ് കമ്പനികളുടെ പെർഫോമൻസ് എങ്കിൽ അവിടെ ഒരു സ്റ്റോക്കിൽ നമ്മൾക്കൊരു ഡിക്ലൈനും പ്രതീക്ഷിക്കാം. ഉദാഹരണമായി TCSൻ്റെ Q3 റിസൾട്ട് അനാലിസിസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ കണ്ടതാണ്. അതായത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷന് മുകളിലായിരുന്നു TCSൻ്റെ Q3 റിസൾട്ട്. അതുപോലെ തന്നെ വരുന്ന പ്രധാനപ്പെട്ട IT കമ്പനികളുടെ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3% കോൺസ്റ്റന്റ് കറൻസിയുടെ സീക്വൻഷ്യൽ ഗ്രോത്തും അതുപോലെ തന്നെ 3.3% മുതൽ 3.4% വരെയുള്ള ഡോളർ റവന്യൂ വർധനവുമാണ്. അതുപോലെ തന്നെ IT കമ്പനിയായിട്ടുള്ള വിപ്രോയിൽ നിന്നും സെയിം എക്സ്പെക്റ്റേഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. HCL നിന്നും പ്രതീക്ഷിക്കുന്നത് 2.7% കോൺസ്റ്റന്റ് കറൻസിയിൽ ഉള്ള സീക്വൻഷ്യൽ ഗ്രോത്തും അതുപോലെ തന്നെ 3% ഉള്ള ഡോളർ റവന്യൂവിൽ നിന്നുള്ള വർധനവുമാണ്. ഈ വർധനവിന് മുകളിലാണെങ്കിൽ അല്ലെങ്കിൽ ഈ എക്സ്പെക്റ്റഡ് റിസൾട്ടിന് മുകളിലാണ് കമ്പനിയുടെ Q3 റിസൾട്ട് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റോക്ക് പ്രൈസിൽ നമ്മൾക്ക് വീണ്ടും പുതിയ ഉയരങ്ങൾ അല്ലെങ്കിൽ ഹൈക്കുകൾ കാണാൻ സാധിക്കും. ഇതേ നിലവാരത്തിൽ കമ്പനികൾ അതിൻ്റെ Q3 റിസൾട്ട് പുലർത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിനോട് നീതി പുലർത്തിയില്ലെങ്കിൽ നമ്മൾക്ക് സ്റ്റോക്ക് പ്രൈസിൽ മൈനർ കറക്ഷൻസും പ്രതീക്ഷിക്കാം. ഈ ഫാക്ടേഴ്സ് എല്ലാം ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ബേസിലായിരിക്കും. അതായത് ഗ്ലോബൽ മാർക്കറ്റിൽ ഫേവറബിൾ ആയിട്ടുള്ള ന്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് സ്റ്റോക്ക് പ്രൈസിലും അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് കൊറോണ വൈറസ് റിലേറ്റഡ് ആയിട്ടുള്ള ത്രെഡ് തന്നെയാണ്. ഇന്ത്യയിൽ കൊറോണ വൈറസിൻ്റെ റേറ്റ് അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും US-ലും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലുമെല്ലാം അതേ രീതിയിലുള്ള ത്രെഡ് നിലനിൽക്കുകയാണ്. USA-യിലെ ഡേറ്റ നോക്കുകയാണെങ്കിൽ 3 ലക്ഷം ഇൻഫെക്ഷൻ പെർ ഡേ ആണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറോണ വൈറസുള്ള ആക്റ്റീവ് കേസ് നോക്കുകയാണെങ്കിൽ 2.2 കോടിയും അതുപോലെ തന്നെ 3.7 ലക്ഷം ഡെത്തും ആണ് USA-യിൽ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളായ UK, ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം കൊറോണ വൈറസിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. ഇനി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കൊറോണ വൈറസിൽ നിന്നുള്ള റിക്കവറി 96.41% മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച അത് 96.08% ഇനി ബാക്കിയുള്ള ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൊറോണ വൈറസിൻ്റെ വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയാണ് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റി ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ്. കാരണം COVID-19 വാക്സിൻ്റെ
വാക്സിൻ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി 2 പ്രാവശ്യം നമ്മൾ ഡ്രൈ റൺ നടത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ 11-ാം തീയതി അല്ലെങ്കിൽ നാളെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട COVID-19 വാക്സിൻ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. അതായത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് മിനിസ്റ്ററുമായിട്ട് നാളെ ഒരു വെർച്വൽ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ വെർച്വൽ മീറ്റിംഗിൽ COVID-19 വാക്സിൻ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസും പാസ് ചെയ്യും. അതുപോലെ തന്നെ COVID-19 വാക്സിൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ 2 വാക്സിനാണ് എമർജൻസി യൂസിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് അപ്രൂവൽ നൽകിയത്. ഒന്ന് കോവാക്സിനും മറ്റേത് കോവിഷീൽഡുമാണ്. ഇനി നമ്മൾക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റിയുള്ള മൂന്നാമത്തെ ഡേറ്റ എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റകളാണ്. അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ സംബന്ധിച്ചിടത്തോളവുമായ ഡേറ്റകൾ നമ്മൾക്ക് വരുന്ന ആഴ്ച മാർക്കറ്റിൽ കാണാൻ സാധിക്കും. അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഡേറ്റയെ സംബന്ധിച്ചിടത്തോളമുള്ള റിപ്പോർട്ടുകൾ ജനുവരി 12-ാം തീയതി ഈവനിങ്ങിന് അല്ലെങ്കിൽ ജനുവരി 13-ാം തീയതിയിലെ മാർക്കറ്റ് സെഷനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതായത് റീറ്റെയിൽ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ഡേറ്റ ജനുവരി 12-ാം തീയതിയും അതുപോലെ തന്നെ ഹോൾസെയിൽ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ഡേറ്റ ജനുവരി 13-ാം തീയതിയുമാണ് വരുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റും നമ്മൾക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഇനി മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒക്ടോബർ മാസത്തെ മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ നോക്കുകയാണെങ്കിൽ അത് 3.6% ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ കുറിച്ച് നവംബർ മാസത്തെ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ 7.61 നിന്നും കുറഞ്ഞ് 6.93% കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഡേറ്റ വരാൻ പോകുന്നത് നവംബർ മാസത്തെയും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ വരാൻ പോകുന്നത് ഡിസംബർ മാസത്തെയുമാണ്. ഇത് കൂടാതെ ബാങ്കുകളുടെ ലോണിനെ കുറിച്ചും ഡെപ്പോസിറ്റ് ഗ്രോത്തിനെ കുറിച്ചും ഉള്ള ഫോർട്ട്നൈറ്റ് റിപ്പോർട്ട് വരാനുണ്ട്. അതും നമ്മൾക്ക് ഈ ആഴ്ച തന്നെ അതായത് ഈ ഫ്രൈഡേയിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ കുറിച്ചുള്ള ഡേറ്റയും ഈ ട്രേഡിംഗ് സെഷനിൽ അതായത് ഈ ആഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഫാക്റ്റാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡേറ്റ. നമ്മൾക്കെല്ലാവർക്കും അറിയാം മാർക്കറ്റ് ഇത്രത്തോളം ഹൈയിൽ നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ മാർക്കറ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് ഫ്ലോ തന്നെയാണ്. ജനുവരി മാസത്തിൽ ഇതുവരെയുള്ള ഫണ്ട് ഫ്ലോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 9,200 കോടി രൂപയുടെ ഫണ്ട് ഫ്ലോയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസംബർ മാസത്തിലെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 53,500 കോടി രൂപയാണ് ഡിസംബർ മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. ഇത് കാരണമാണ് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ തന്നെ നിലനിൽക്കുന്നത്. കഴിഞ്ഞ 8 ദിവസത്തെ ട്രേഡിംഗ് സെഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓരോ ദിവസവും പുതിയ ഹൈറ്റിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെല്ലിങ്ങിലാണ് വിശ്വസിക്കുന്നത്. അതായത് ഈ മാസം ഇതുവരെ ജനുവരിയിൽ ഇതുവരെ 4,878 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെൽ ചെയ്തത്. ഇനി നമ്മൾ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് US പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. ആൾറെഡി അതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. കാരണം ഡൊണാൾഡ് ട്രംപ് ജനുവരി 20 സ്ഥാനം ഒഴിയും എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജോ ബൈഡൻ്റെ പുതിയ ഇമിഗ്രേഷൻ പോളിസിയും ഇന്ത്യക്കും അതുപോലെ തന്നെ IT കമ്പനികൾക്കും വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ പോളിസി പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് നമ്മൾക്ക് വരുന്ന സെഷനിൽ പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.